ബിമാജിക്കിന്റെ 2208ാമത് സൂം മീറ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. 1% മാജിക് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് JCI ഇന്ത്യ സോൺ ട്രെയിനറായ ഡോക്ടർ മേഘ പോത്തനാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം മേഘ മാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇപ്പൊ റെഡി ആക്കില്ല. റെഡി ആയിട്ടുണ്ട് മാം, റെഡി ആയിട്ടുണ്ട്. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മളൊരു അള്ളാദിന്റെ ലാമ്പിനെ കുറിച്ചൊക്കെ അറിയായിരിക്കും. അപ്പൊ അത് നമ്മളെ എന്ത് വിഷസും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേടിത്തരാനുള്ള അതേപോലെ ഒരു ലാമ്പ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾ നേടിത്തരാൻ അങ്ങനെ പലരും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവല്ലേ, ഏതെങ്കിലും ഒരു നിമിഷം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഒരു മാജിക് ലാമ്പ് തന്നെ ഞങ്ങൾ ഈ ഒരു 1% മാജിക്കിലൂടെ ഞാൻ അങ്ങനത്തെ ഒരു നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ വിഷസും നിങ്ങൾക്ക് എന്ത് തന്നെയായാലും സക്സസ്ഫുൾ ആവാൻ വേണ്ടി നിങ്ങൾക്ക് സക്സസ് നേടിത്തരാൻ പറ്റുന്ന ഒരു മാജിക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്, 1% മാജിക്കിലൂടെ. സോ അതിനു മുമ്പ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചാൽ നിങ്ങൾക്കിപ്പോ ഞാൻ ഇന്ന് ഒരു ലക്ഷം തന്നു, അതേപോലെ തന്നെ 1 രൂപ. ആ 1 രൂപേന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് എല്ലാ ദിവസവും ഡബിൾ ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. ഈ 1 രൂപയ്ക്ക് അടുത്ത ഒരു 30 ദിവസം. അപ്പൊ നിങ്ങൾ ഇതിൽ 2 തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും സ്വീകരിക്കുക? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമെന്നോ അതോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമെന്നോ? 1 രൂപ മതി. 1 രൂപ. 1 രൂപ മതി. വളരെ ചെറിയ ആഗ്രഹമുണ്ട്. അതെയോ? അപ്പൊ എല്ലാവരും 1 രൂപയാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇതിന്റെ സീക്രട്ട് അല്ലേ, എന്താണ് 1 രൂപ ഡബിൾ ചെയ്യുന്ന. അപ്പൊ നമ്മള് 1 ലക്ഷം അല്ലെങ്കിൽ 1 രൂപ, എന്തുകൊണ്ടാ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസയല്ലേ? ഇന്നൊരു ദിവസം 1 ലക്ഷം കിട്ടാന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് അല്ലേ? പക്ഷെ 1 രൂപേന്റെ ആ വാല്യൂ എന്താണ്? ഓരോ ദിവസവും അത് ഡബിൾ ചെയ്യുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് 30 ഡേയ്സ് അത് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 5 കോടിയായി മാറും എന്നാണ് ആ 30 ഡേയ്സിനുള്ളിൽ 1 രൂപ. അപ്പൊ അതെന്താണ് അതിന്റെ സീക്രട്ട്? ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഈ 1 രൂപേനെ പോലെയാണെന്ന് പറയും. അതായത് നിങ്ങൾ പലപ്പോഴും പലരും എന്താ സക്സസ്ഫുൾ ആവുന്നതിന് പലരും ഇടക്ക് വെച്ചിട്ട് നിർത്തും. പക്ഷെ ഈ സക്സസ്ഫുൾ ആവാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ ഈ 1 രൂപ ഓരോ ദിവസവും ഇന്ന് 1 രൂപ, ഇപ്പൊ നാളെ നോക്കിക്കഴിഞ്ഞാൽ ഈ 1 റുപ്പി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ ആകെ ചിലപ്പോ 2 രൂപയാണ്. അത് ഒരു 10 ദിവസം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 രൂപയായിട്ട് മാറും. എന്നാൽ ഇത് 20 ഡേയ്സ് 25 ഡേയ്സ് ആകുമ്പോഴാണ് വലിയൊരു എമൗണ്ട് ആയി മാറുന്നത്. 1 ലക്ഷത്തിന് പെട്ടെന്നായിരിക്കും അത് 1 ലാഖിന്ന് 2 lakhs ആവും, 4 lakhs ആവും, അങ്ങനെ 5 കോടിയിലേക്ക് മാറുന്നത് ഒരു ചെറിയ ഒരു 25 ഡേയ്സ് എല്ലാം ആവുമ്പോഴാണ്. അതുവരെ വലിയ എമൗണ്ട് ഒന്നും ആവില്ല. അപ്പൊ ഇതേപോലെ നമ്മൾ പലപ്പോഴും ലൈഫിൽ പല കാര്യങ്ങളെന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മൾ
ഈ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ, അതായത് ഓരോ ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ നിങ്ങൾ ആക്ഷൻസിലൂടെ നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എന്ന്. നിങ്ങൾ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ എല്ലാവരും? അറിയോ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എന്താണെന്ന്? ഇല്ല മാഡം. ഓക്കെ, എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എന്ന്. കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ സ്മാർട്ട് ചോയ്സസ്, നിങ്ങൾ ഇപ്പം ഹെൽത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പലരും ഒരു 10 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്ത് അത് ഒരു വർഷം അങ്ങനെ 365 ഡേയ്സും നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ 10 മിനിറ്റ് ചിലപ്പം പലരും വിചാരിക്കും 10 മിനിറ്റ് ചെയ്താൽ എന്താവും, ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അത് ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി റെഗുലർലി അത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യത്യാസം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റൂല, അത് പുറമേ കാണാൻ പറ്റൂല. 10 മിനിറ്റ് ചിലപ്പോൾ ഈ നിന്ന് 10 മിനിറ്റ് നിങ്ങൾ ചെയ്തു, നാളെ 10 മിനിറ്റ്, അങ്ങനെ ഒരു 1 വീക്ക് ചെയ്തിട്ട് നിർത്തിയാൽ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഹെൽത്ത് മാത്രമല്ല, നിങ്ങൾ എന്ത് തന്നെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇപ്പം അങ്ങനെ സ്മോൾ സ്മാർട്ട് ചോയ്സസ് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുമ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ സ്മാർട്ടായിട്ട് നിങ്ങൾ ചെയ്താൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് ഒരു 10 മിനിറ്റ് ഡെയിലി, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു മണി തന്നെ ഇന്ന് ഒരു 100 രൂപ ഡെയിലി നിങ്ങൾ ഒരു പിഗ്ഗി ബാങ്കിലോ എന്തെങ്കിലും ഒരു LIC അങ്ങനത്തെ ഒക്കെ ഇട്ട് നോക്കൂ. അപ്പൊ എന്താ, അതൊരു ഒരു മാസമൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷെ അതൊരു 1 ഇയർ ഇട്ട്, പിന്നെ അതേപോലെ 5 years, അങ്ങനെ ഒത്തിരി കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 വർഷം അല്ലെ LICയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പലരും. അത് വലിയ എമൗണ്ട് ആയി മാറും അല്ലേ. അതാണ് കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ചെറിയ രൂപയായിരിക്കും, ചിലപ്പോൾ മാസം 1000 രൂപയായിരിക്കും LICയിൽ ഇടുന്നവര്, ചിലപ്പോൾ ചില വലിയ എമൗണ്ട് ഇടുന്നവരും ഉണ്ടാവും. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് വരും. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ്. അത് മണി മാത്രമല്ല, ഇപ്പൊ ഈ സ്കിൽസ് ആയാലും നിങ്ങൾ ഈ ഡെയിലി ഈ 5 AM ക്ലബിൽ നിങ്ങൾ മെഡിറ്റേഷൻ, അതേപോലെ ഇങ്ങനെ സ്കിൽസ് ഒക്കെ ഓരോ ട്രെയിനേഴ്സും വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നൽകുകയാണ്. അപ്പം നിങ്ങളുടെ അറിവ് ഒത്തിരി വർദ്ധിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് എന്താവാനാന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഇതൊരു 1 ഇയർ ഇവിടെ ഇത് റിപ്പീറ്റഡ്ലി ഇരുന്ന് ലേൺ ചെയ്യുന്നവരുണ്ടാവാം, 5 years ഇരുന്നവർ, 2-3 years അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ എന്താ, നിങ്ങളെ ഒത്തിരി അറിവ് നോളജ് വർദ്ധിക്കുക അല്ലെ. ആ സ്കിൽസിലൂടെ നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ലൈഫിൽ കുറെ അറിവുകൾ നേടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ തന്നെ അത് അപ്ലൈ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനത്തെ നല്ലൊരു നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അറിവുകളൊക്കെ കിട്ടുന്നുണ്ടാവും. സ്കിൽസ് ഈ 20 minutes നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഡെയിലി ലേണിങ്ങിലൂടെ. അപ്പൊ അതാണ് പറയുന്നത്, ഈ കോമ്പൗണ്ടിങ് ഇഫക്റ്റിലൂടെ നിങ്ങൾക്ക് ചെറിയ ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ, ഡെയിലി ഒരു ഹാബിറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പം നിങ്ങൾ ഇൻവിസിബിൾ ആയിരിക്കാം ഇപ്പൊ, പക്ഷെ അത് വിസിബിൾ ആയി തുടങ്ങും കുറച്ച് കഴിഞ്ഞാല്. നിങ്ങൾ സ്നോബോൾ ഇഫക്റ്റിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്നോബോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ഇവിടെ ഇങ്ങനെ മൗണ്ടെയിൻസിൽ നമ്മൾ ഈ മഞ്ഞൊക്കെ നിങ്ങൾ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്, ഇവിടെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ലേ മലകള്, മഞ്ഞുമല. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് മൗണ്ടെയിനിൽ ഏറ്റവും മേലേന്ന് ഒരു ബോളിനെ നമ്മൾ സ്നോന്റെ ഒരു ബോളിനെ താഴോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് വരുന്നേന അതിന്റെ സ്പീഡ്
മൊമെന്റം കൂടി വരും. അതേപോലെ സ്നോബോൾ കുറച്ച് താഴെ എത്തുമ്പോൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കുന്ന. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഇപ്പൊ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഇപ്പൊ നിങ്ങൾ ഒരു 10,000 റുപ്പി ഇൻവെസ്റ്റ് ചെയ്തു, അത് ഏതെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അത് ഗെയിൻ ചെയ്യും. നിങ്ങള് 1 year 5 years അങ്ങനെ ഒത്തിരി വർഷം കൂടുന്തോറും ഇതിന് വാല്യൂ കൂടുമ്പോൾ നിങ്ങൾ വേറെ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളെ ഫൈനാൻസ് ഇംപ്രൂവ് ചെയ്യും. അത് അറ്റ് ലാസ്റ്റ് എന്താ നിങ്ങൾക്ക് അത് അൺസ്റ്റോപ്പബിൾ പോലെ ആയിരിക്കും അല്ലേ. കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഒത്തിരി ആദ്യം കുറച്ച് ചെറിയ വാല്യൂലായിരിക്കും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക. കുറെ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അൺസ്റ്റോപ്പബിൾ പോലെ ആയിരിക്കും അല്ലേ, റിട്ടേൺസ് കിട്ടുക. ഇപ്പൊ നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെന്റിലും ഇടുന്നവർക്ക് അറിയായിരിക്കും എങ്ങനെയാ അത് വർക്ക് ചെയ്യുന്നതെന്ന്. അതേപോലെയാണ്, അതായത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ചോയ്സസും, ഇപ്പൊ ഞാൻ പറഞ്ഞു ഫുഡ്, നമ്മളിപ്പോ ഇന്ന് നിങ്ങൾ പോയി എവിടെയെങ്കിലും ഒരു സ്നാക്സ് കഴിച്ചു അല്ലെങ്കിൽ ഒരു പിസ്സ കഴിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഹെൽത്ത് ഡാമേജ് ആവുന്നില്ല അല്ലെ, ഡാമേജ് ആവില്ല. നമ്മളത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി തട്ടുകട അങ്ങനത്തെ ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ ചിലവര് ഡെയിലി പോയി കഴിക്കുന്നവരുണ്ടാവും. ഇവിടെ വൈകുന്നേരങ്ങളിൽ സ്നാക്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ഈ ഡെയിലി അത് ചെയ്യുമ്പോ എന്താണ്, നിങ്ങളെ ഹെൽത്ത് നിങ്ങൾ അറിയാണ്ട് ഇൻവിസിബിൾ ആയി നിങ്ങളെ സെൽസിലൊക്കെ ഓരോന്നും മാറ്റങ്ങൾ വരും അല്ലേ, അൺഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ. നിങ്ങൾ വേറെ ഒരു ദിവസം കഴിക്കുമ്പോൾ ഒന്നും മാറ്റങ്ങളൊന്നും നിങ്ങളെ ശരീരത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഇത് ഡെയിലി നിങ്ങൾ തുടരുമ്പോൾ അത് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ഒത്തിരി രോഗങ്ങൾ, അതായത് ഇപ്പൊ ഡയബറ്റിക് ആവാം, നിങ്ങൾ BP കൂടാം, ഹാർട്ടിന്റെ കൊളസ്ട്രോൾ കൂടിയിട്ട് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, അങ്ങനത്തെ രോഗങ്ങളൊക്കെ വരാം. അപ്പൊ അതൊരിക്കലും ഒരു ദിവസം കൊണ്ടല്ല നിങ്ങൾ അൺഹെൽത്തി ആവുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ആയാലും ഈവൻ ഇത് ഞങ്ങൾ ഹെൽത്തിൽ മാത്രമല്ല പറയുന്നത്, നിങ്ങളെ ഫൈനാൻസ് ആയാലും കരിയർ, ഇനി ലൈഫിലെ ഏതൊരു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ചോയ്സ് ഓരോ ദിവസവും നിങ്ങൾ നേടുന്ന ആ ചോയ്സിലാണ് നിങ്ങൾ സക്സസ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമ്മളല്ലേ സക്സസ്ഫുൾ ആവുമോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്ന നിങ്ങളെ ഓരോ ഹാബിറ്റ്സിലൂടെയാണ് നിങ്ങൾ ആ സക്സസ്ഫുൾ ലൈഫിൽ നേടുന്നത്. അപ്പൊ നിങ്ങളെ സ്മോൾ ചോയ്സസ് ആണ് പറയാൻ, അതാണ് 1% മാജിക് എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ ആ 1% മാജിക് നിങ്ങളെ ഡെയിലി ചോയ്സസ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്നാണ് പറയപ്പെടുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ലിയോ മെസ്സിനെ അല്ലെ, വലിയ ഫുട്ബോൾ പ്ലെയർ ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ്, അതായത് അദ്ദേഹം പറഞ്ഞതാണ്, ഐ സ്റ്റാർട്ട് ഏർലി ആൻഡ് ഐ സ്റ്റേ ലേറ്റ്, ഡേ ആഫ്റ്റർ ഡേ, ഇയർ ആഫ്റ്റർ ഇയർ, ഇറ്റ് ടുക്ക് മീ 17 years and 114 days to become an overnight success. അദ്ദേഹം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് സക്സസ് നേടിയതല്ല അല്ലെ. ഡെയിലി ഹാബിറ്റ്സ്, അതായത് അദ്ദേഹം രാവിലെ തന്നെ എണീക്കും, ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഈ സമയങ്ങളിൽ അദ്ദേഹം ഒത്തിരി എനിക്ക് തോന്നുന്നു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് വലിയൊരു ഫേമസ് ആയല്ലേ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആയ ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് അവര് ഒത്തിരി ചോയ്സ് ഡെയിലി അവരെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അതാണ് നമ്മൾ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സ്മോൾ സ്മാർട്ട് ചോയ്സസ് യു ടേക്ക് ഡെയിലി ഓർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളെ ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇന്ന് ഇപ്പൊ ഇരിക്കുന്ന നിങ്ങൾ കുറെ വർഷം മുമ്പ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, എന്തെങ്കിലും നിങ്ങളെ ഡെയിലി നിങ്ങൾ എടുത്ത ചോയ്സസിലൂടെ ആയിരിക്കൂലേ അല്ലെ നിങ്ങൾ ഇന്ന് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. എന്തും ആവാം, നിങ്ങൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അത് നിങ്ങൾ എടുത്ത ചോയ്സസ് ഒക്കെ വേറെ നിങ്ങളിപ്പോ ഡെയിലി ഓക്കെ ഇതൊന്നും വേണ്ട അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എത്തുവോ? അപ്പൊ നിങ്ങൾ ഓരോ ഡെയിലി എടുത്ത ചോയ്സസാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയല്ലേ. യുവർ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എടുത്ത ഓരോ ചോയ്സസാണ് നിങ്ങൾ ഇന്ന് ഇവിടെ
സ്ഥാനത്തെത്തിയത്. ഇപ്പൊ ഞാൻ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പം JSA എന്ന ഇതിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ട്രെയിനർ ആയത്. ഇപ്പൊ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു പണ്ട് ട്രെയിനർ ആവണം, എന്റെ നോളജ് എന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് എത്തിക്കണം. അപ്പൊ ആ ഒരു എന്റെ മനസ്സിലുണ്ടായ തോട്ട് ബിഹൈൻഡ് ഞാൻ ഇങ്ങനെ ഇന്ന് ഈ സ്ഥാനത്ത് എത്താൻ കാരണം ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്തത് കൊണ്ടായിരിക്കില്ലേ അല്ലേ ഇന്ന് ഇവിടെ നിങ്ങളെ മുന്നിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്ലബിലൊക്കെ നല്ലൊരു ക്ലബിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് എടുത്തു തരാനുള്ള അവസരം കിട്ടിയത് തന്നെ എനിക്ക് സ്വപ്നത്തിൽ പോലും ഇതൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാവും. നിങ്ങൾ എടുത്ത പാസ്റ്റ് ലൈഫ് ചോയ്സസ് ആയിരിക്കും നിങ്ങളെ ഇന്ന് ഇവിടെ എത്തിയത്. അതേപോലെ നമ്മൾ ഇത് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടിട്ടുണ്ടോ? ഒരു പ്രതിഭാസത്തിനെ കുറിച്ച്. ആർക്കെങ്കിലും ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്താ അറിയോ? ചാറ്റില് ആരോ ഇട്ട്. കേട്ടിട്ടില്ല മാഡം. ഓക്കെ, നോ പ്രോബ്ലം. അത് ഒന്നുമല്ല, ജസ്റ്റ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇവിടെ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് ബട്ടർഫ്ലൈന്റെ ഒരു ചിറക് ഇങ്ങനെ വീശുമ്പോൾ ലോകത്തിലെ ഒരു കോണറിൽ വേറെ ഒരു ലോകത്തിലെ കോണറിൽ സുനാമി നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു റിയൽ ആയ സംഭവമല്ല, അവരങ്ങനെ പറയുന്നത്. അതായത് ബട്ടർഫ്ലൈന്റെ ഒരു വിങ്സ് ഇങ്ങനെ നമ്മൾ അതിന്റെ അടിക്കുമല്ലോ, ചിറകടിക്കുമല്ലോ, അടിക്കുമ്പോൾ ലോകത്തിലെ വേറെ പാർട്ടിൽ ഒരു സുനാമി നടക്കുന്നു. അതായത് ഈ നമ്മൾ എടുക്കുന്ന പാസ്റ്റ് ഓരോ ചോയ്സസും അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടും, നമ്മളിപ്പം പറഞ്ഞത് പോസിറ്റീവ് കാര്യമാണ്, പക്ഷെ നെഗറ്റീവ് ആയിട്ടും അത് നിങ്ങളെ ഓരോ ചോയ്സസും നിങ്ങൾ ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റിന് പറയപ്പെടുന്നത്. അതായത് ഓരോ ലൈഫിലെ ചോയ്സസും അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാന്ന്. അത് അതായത് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ, ഇപ്പൊ ജങ്ക് ഫുഡ് കുറെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്വിയസ്ലി അല്ലേ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസീസ് വന്ന്, അതേപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ അത് ഡെയിലി എക്സസൈസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഹെൽത്തി ആയിട്ട് നിങ്ങൾ മാറും അല്ലേ. അപ്പൊ അതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പോസിറ്റീവ് ആവുക ഓർ നെഗറ്റീവ് ആവുക, നിങ്ങൾ എടുക്കുന്ന ഓരോ ചോയ്സസ് അതാണ് ഇത് പറയുന്നത്. അതായത് your life right now എന്ന് പറഞ്ഞാൽ it is the result of your past small choices എന്ന്. ഒരു മിനിറ്റ്. ഇതേപോലെ തന്നെ ഈ ബാംബൂ ട്രീനെ കുറിച്ച് അറിയോ? നിങ്ങൾ കഥ അറിയോ? കേട്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത ബാംബൂ ട്രീന്റെ? കാലങ്ങളോളം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതെ, കറക്റ്റ് സർ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മള് ബാംബൂ ട്രീ എന്ന് പറഞ്ഞാല് ഈ വേരുകളെ വിത്ത് നമ്മൾ അതിന്റെ വേരുകളൊക്കെ വളരൂലു എന്ന് പറയുന്നു അല്ലേ. കുറച്ച് കഴിഞ്ഞ ഒരു 5 വർഷം കഴിഞ്ഞാലാണ് അതിന്റെ ഗ്രോത്ത് കാണാൻ പറ്റത്തുള്ളൂ അല്ലെ. അതുവരെ അത് വേരുകളൊക്കെ അതിന്റെ അടിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പുറമേ അതിന്റെ പ്ലാന്റിനെ കാണാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് 5 വർഷം കഴിഞ്ഞാൽ അതൊരു 80 feet ആയിട്ട് ടോൾ ആയിട്ട് അത് പെട്ടെന്ന് അതിന്റെ ഗ്രോത്ത് വീക്സിനുള്ളിൽ തന്നെ അത് വളരുന്ന പറയുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഈ ബാംബൂ ട്രീയിലൂടെ ഉദ്ദേശിക്കുന്ന ഞങ്ങളും അതേപോലെ ആവണം എന്നാ, ബാംബൂ ട്രീനെ പോലെ. അതായത് നമ്മള് ഗ്രോ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് ക്ഷമയുണ്ടാവില്ല. അതായത് എന്താണ് നമ്മള് ഗ്രോത്ത് വരാത്തെ കാണാത്തെ, നമ്മൾ ഒത്തിരി ശ്രമിച്ചിട്ടും. അപ്പൊ പക്ഷെ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. കാരണം it may be not visible ഇപ്പം, മേ ബി വിത്തിൻ 1 month 2 month നിങ്ങൾ ചെയ്യുമ്പോൾ,
പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർലി ചെയ്യുമ്പോൾ ഈ ബാംബു ട്രീനെ പോലെ നിങ്ങളെ വളർച്ചയും വേഗത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ്. എന്താ മാം എന്തെങ്കിലും പറയാനാണ്? ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഗ്രോത്ത് വിൽ ഹാപ്പൺ ഇവൺ വെൻ യു ഡോണ്ട് സീ ഇറ്റ് എന്നാ. അതായത് അതിന്റെ വേരുകളൊക്കെ അത് അടിയിലൂടെ വളരുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഈ 5 വർഷം എടുത്തിട്ട് അത് ഉള്ളിൽ അത്രയും അതിനെ സ്ട്രോങ് ആക്കാൻ, അതായത് എന്ത് സ്ട്രഗിൾസും ചാലഞ്ചസും നമ്മളെ ജീവിതത്തിൽ വരുമ്പോഴും ഈ ബാംബു ട്രീ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഏത് അവസ്ഥയിലൂടെ സർവൈവ് ചെയ്യാൻ വേണ്ടി അതിന്റെ റൂട്ട്സ് അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ അടിയിൽ അത് സോയിലില് അതിന്റെ വേരുകൾ ഒത്തിരി പിടിപ്പിക്കാൻ ആ ഒരു 5 വർഷം അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ നമ്മളും കൺസിസ്റ്റന്റ് ആയിട്ട് ലൈഫിൽ എപ്പോഴും ഗ്രോത്ത് ചിലപ്പോൾ പുറമെ കാണുന്നില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് ഗ്രോത്ത് ഉറപ്പായിട്ടും കാണാൻ പറ്റും എന്നാണ് ഇത് ഈ കഥയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒന്ന് ചെയ്യണം. ലൈക്ക് മേ ബി ഇന്നൊരു എക്സസൈസ് കുറെ കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചതായിരിക്കും. അപ്പൊ കുറെ കാലമായിട്ട് അത് ഒഴിച്ചു നാളെ ആവാം അത് എക്സസൈസ് തന്നെ ആണെന്നില്ല, നമ്മൾ പല ഇപ്പം വെള്ളം കുടിക്കുന്നതാവാം, ഡെയിലി ഞാൻ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എന്തും ആവാം, ഹെൽത്ത് മാത്രം ആവണമെന്നില്ല, ഫൈനാൻസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ടൈപ്പ് ചെയ്യണം ചാറ്റിൽ. എന്താണ് വൺ സ്മോൾ ഹാബിറ്റ്, അതായത് നിങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് തോന്നാം, ഓക്കെ ഞാൻ നാളെ ഇത് ചെയ്തു തുടങ്ങണം. മേ ബി ഈ ഇപ്പം മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അപ്പൊ ഡെയിലി മേ ബി അതിന് റിലേറ്റഡ് ആവാം. ഞാൻ ഒരു 1 മിനിറ്റ് തരാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എഴുതാം, നോട്ട്ബുക്കിലായാലും. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ എല്ലാരും എഴുതിയോ? ചാറ്റ് ബോക്സിൽ ആരും ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എഴുതുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഓക്കെ, ഋതുപാല എഴുതിയില്ലേ? മാം. ഓക്കെ, ഇവിടെ ചാറ്റ് ബോക്സിൽ കുറച്ച് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മണി സർ, റീഡിങ് മിനിമം 10 pages ഡെയിലി. അതെ, ഗുഡ് ഹാബിറ്റ് ആണ്. നമ്മൾ ബുക്സ് പലപ്പോഴും വായിക്കണം എന്നാ പറയാ. വീക്ക്ലി എക്സസൈസ് നാളെ മുതൽ. ടു ഡു ലിസ്റ്റ് ഡെയിലി. ടു ഡു ലിസ്റ്റ്. ഓക്കെ, ഈ വർഷം 100 പുസ്തകങ്ങൾ വായിക്കണം. ഓ ഗ്രേറ്റ്, നല്ല കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും എഴുതിയിരിക്കുന്നത്. ഞാനും പലപ്പോഴും ഇങ്ങനെ ബുക്സ് ഒക്കെ ഡെയിലി വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. അപ്പം ഡെയിലി ബുക്സ് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. 2 to 3 pages അറ്റ്ലീസ്റ്റ്. നല്ല കാര്യമാണ് ഷെയർ ചെയ്ത്. അപ്പൊ ഇത് നിങ്ങളെ ഉറപ്പായിട്ട് 365 ഡേയ്സ്, അതായത് ഏകദേശം 1 വർഷം 2 വർഷം ഇത് കണ്ടിന്യൂസ്ലി തുടരുന്നവരുണ്ടാവാം. അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുള്ളിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഹാബിറ്റിനെ കുറിച്ച് ചാറ്റ് ബോക്സിൽ
ചിലർ ഷെയർ ചെയ്തു. അതേപോലെ ചിലർ നോട്ട്ബുക്സിലായിരിക്കാം ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുന്നത് നിങ്ങളെ ബ്രെയിനിൽ പറയും, നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞാൽ മോർ പവർഫുൾ ആണെന്നാ പറയാ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് പിന്നെ അത് സക്സസ്ഫുൾ ആവും. ബിക്കോസ് എനിക്ക് ഡെയിലി ജേർണലിംഗ് അങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ടാവുമായിരിക്കും അല്ലേ ഇവിടെ. അപ്പൊ ഞാൻ ഡെയിലി ജേർണലിൽ എൻ്റെ കാര്യങ്ങൾ, ഗോൾസ് ഡെയിലി എഴുതുന്ന ആളാ. അതേപോലെ ഒരു വിഷൻ ബോർഡൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ഷുവർ ആയിട്ട്. അതൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവും. നിങ്ങളെ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇന്റൻഷൻ കൊടുത്താൽ അത് ഉറപ്പായിട്ട് അത് സക്സസ്ഫുൾ ആയ ഒരു പേഴ്സൺ ആയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളെ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നല്ല, അതായത് ഇത് എനിക്ക് വേണം ചെയ്യണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും. അങ്ങനെ പല അവാർഡ്സ്, റെക്കഗ്നീഷൻ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന അവാർഡ് കിട്ടണം, അപ്പൊ അത് കിട്ടിയിട്ടുമുണ്ട്. JC എന്ന ഓർഗനൈസേഷനിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രസിഡന്റ് അവാർഡ് എനിക്ക് കിട്ടണം എന്നൊക്കെ എഴുതി. അങ്ങനെ എഴുതിയപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഇയർ. അതെ, അങ്ങനെ കുറേ തവണ നിങ്ങളെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ അത് എഴുതിയാൽ ഭയങ്കര പവർഫുൾ ആണ്. ആ ഇന്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയം ആ ഒരു ഇന്റൻഷനോട് കൂടി എഴുതിയാൽ, ഐ എം ഷുവർ ഞാൻ ഇത് ഇവിടെ ഒത്തിരി പേര് ഈ അല്ലേ ഇത് ചെയ്യുന്നവരുണ്ടാവും, ജേർണലിംഗ് ചെയ്യുന്നവരുണ്ടാവും ഇവിടെ. ജേണലല്ലേ? ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയവരുണ്ടാവില്ലേ അല്ലേ? ഉറപ്പായിട്ടും നിങ്ങളെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. പിന്നെ അതെയോ? ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യോ കേട്ടോ. എന്തെങ്കിലും ഇത് കുറച്ച് സ്റ്റക്ക് ആയിരിക്കുകയാണ് ഇതിന്റെ. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു പോസിറ്റീവ് സൈഡിനെ പോലെ തന്നെ റിവേഴ്സ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഡെയിലി ഫുഡ്സ് ഒക്കെ ജങ്ക് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ടും നിങ്ങളെ ഹെൽത്തിനെ ബാധിക്കും. അത് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിരുന്നു, ബട്ടർഫ്ലൈ ഇഫക്റ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ. അതായത് അത് പോസിറ്റീവായിട്ട് മാറാം, നെഗറ്റീവ് ആയിട്ട് മാറാം. അതിനാണ് റിവേഴ്സ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് ആയിട്ട് നിങ്ങളെ ഹാംഫുൾ ഉണ്ടാക്കാം. അത് ഫുഡ് മാത്രമല്ല, നിങ്ങളിപ്പോ ഇപ്പൊ കാണാം ഒത്തിരി നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, ആ തട്ടുകടയുണ്ട്, ഈ തട്ടുകട എല്ലാവരും വന്ന് ഫുഡ്. അപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പൊ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു പ്രവണതയായി, വീട്ടിലെ ഫുഡ് ഒഴിവാക്കിയിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ജങ്ക് ഫുഡ് ഡെയിലി നമുക്ക് കഴിക്കാനുള്ള തോന്നും, ഞങ്ങൾ അവിടെ പോയി കഴിക്കും. പക്ഷെ മോസ്റ്റ്ലി എന്താ, ഹെൽത്ത് ഒക്കെ വേഴ്സ് ആവും. ഇപ്പൊ ഒത്തിരി നമുക്ക് കാണാം ഡിസീസസ്, ഒത്തിരി ഹോസ്പിറ്റൽസും കൂടുതലായി. നമ്മൾ വേറെ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പലരും വീട്ടിലെ ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒത്തിരി ആളുകൾക്ക് രോഗങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും അത് റിവേഴ്സ് കോമ്പൗണ്ടിങ്ങിന്റെ ഇഫക്റ്റ് കൂടി ആയിട്ടാണ്. അതായത് പലരും ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്യും, പുറത്തു പോയി വീട്ടിലെ ഫുഡ് ഒഴിവാക്കി. കാരണം അവരവിടെ ഓയിൽസ് തന്നെ വളരെ എന്താ പറയാ, ഉപയോഗിച്ച ഓയിൽസ് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതന്നെ ക്യാൻസർ കോസിങ് ആവും. നമ്മൾ ഈ ഓയിൽസിന് ഒരു ടെമ്പറേച്ചർ പോയിന്റ് ഉണ്ട്, ബോയിലിംഗ് പോയിന്റ്. അതിനപ്പുറം അത് ബോയിലിംഗ് പോയിന്റ് അപ്പുറം കടന്നു കഴിഞ്ഞാൽ ആ ഓയിൽസ് കെമിക്കൽസ് ഒക്കെ സ്ട്രക്ചർ മാറി അത് ക്യാൻസർ കോസിങ് ആയിട്ട് മാറും. അപ്പൊ അതാണ് ഓയിൽസ് ഒക്കെ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് അപ്പം ഇങ്ങനെ കഴിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിയിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യം, അതായത് റിവേഴ്സ് കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും, നോട്ട് ഓൺലി ഫുഡ് മാത്രമല്ല. നമ്മളിപ്പോ ഡെയിലി ചില കുട്ടികളെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കാണാം ഫോണിന് അഡിക്റ്റഡ് ആയിട്ട് പലരും മൈൻഡിനെ. ചിലർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾ ഹോസ്പിറ്റലിൽ പോയിട്ടും ആ ഫോണ്
അവരെടുക്കാൻ ഭയങ്കര ദേഷ്യപ്പെടും ചിലര്. നിങ്ങൾ തന്നെ വീട്ടില് ചുറ്റുവട്ടത്ത് കാണാം, ചില കുട്ടികൾക്ക് ദേഷ്യം വരും വേഗം ഫോൺ എടുത്തു മാറ്റിയാല് നമ്മള്. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മളെ ബ്രെയിനിന് അത്രയും അഡിക്ഷൻ എഫക്റ്റഡ് ആയിട്ട് ഒരു എന്താ പറയാ, ഇപ്പം നമ്മള് കൊക്കെയിൻ അങ്ങനത്തെ പോലെ തന്നെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിനിൽ അത്. സോ ഇതൊക്കെ റിവേഴ്സ് കോമ്പൗണ്ടിങ്ങിന്റെ ഇഫക്റ്റ് കാരണം ഉണ്ടാക്കുന്ന അവരില്. അതായത് അവര് ഡെയിലി അത് തുടരുമ്പോൾ അവരെ ഹാബിറ്റ് ആയി മാറി, ലൈഫ് സ്റ്റൈലായി മാറി. അവർക്ക് അത് പിന്നെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഇതേപോലെയാണ് നമ്മളിപ്പം ഇതേപോലെ ലേണിംഗ് പലപ്പോഴും 20 മിനിറ്റ് നിങ്ങൾ ഇത് ഡെയിലി വരുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ഒത്തിരി ഇതിലൂടെ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ടാവും ഈ ക്ലാസ്സസിലൂടെ, സെഷനിലൂടെ. പക്ഷെ ചിലവർ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്താ, അത് അവരുടെ നഷ്ടമായിരിക്കും. കാരണം നമുക്കറിയാം ഇതിലൂടെ കിട്ടുന്ന നോളജ് നിങ്ങൾ ഈ ഡെയിലി 365 ഡേയ്സും വന്നിരുന്ന് അറ്റൻഡ് ചെയ്യുന്നവര് അപേക്ഷിച്ച് നോക്കുമ്പോൾ വേറെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് അത്രയും നോളജ് ഇല്ലാണ്ടാവുകയാണ് അല്ലേ. നിങ്ങൾ ഒത്തിരി ഇവിടെ ഡെയിലി വന്നിരുന്നവർക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടും. അതിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ലൈഫിൽ തന്നെ നല്ല ചോയ്സസ് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്മോൾ ബാഡ് ഹാബിറ്റ്സ് ഓൾസോ ഡിസ്ട്രോയ് ചെയ്യുന്ന പറയുന്നത്, സൈലന്റ്ലി നമ്മളെ കൊല്ലുന്നു. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം കഴിയാറായി. അപ്പൊ നമ്മളെ പവർഫുൾ റൂൾസ് ആണ് 3. നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഷുവർലി യു ക്യാൻ ബി സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് സ്മോൾ. അതായത് പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്യണോ നാളെ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ടൈം കളയും നമ്മളെ. അപ്പൊ വാട്ട് എവർ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ഡോണ്ട് വെയിറ്റ്. 1%, അതാണ് 1% മാജിക്. അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ആ 1% ആണ് നിങ്ങളെ സക്സസിലേക്ക് നയിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ സെക്കൻഡ് വൺ, അതായത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പെർഫെക്ഷൻ നേടും. ഇപ്പൊ നിങ്ങളൊരു ടീച്ചർ ആവാം, അത് ഡെയിലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായി ഒരു 1 ഇയറിനുള്ളിൽ അവരൊരു നല്ല അടിപൊളി ടീച്ചറായി മാറും. ടീച്ചർ മാത്രമല്ല, നിങ്ങൾ എന്ത് തന്നെ ആയാലും ഫീൽഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ഡോക്ടറാണ്, അപ്പൊ അതിൽ ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്ന ഒരു 5 ഇയേഴ്സിനുള്ളിൽ ഒരു നല്ല ഡോക്ടറായി മാറും. അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പെർഫെക്ഷൻ നേടും എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഈ പലരും എന്താ ചെയ്യുക, ഒന്ന് തുടങ്ങി പിന്നെ അത് നിർത്തി വേറെത് തുടങ്ങി. അപ്പൊ അവർക്ക് ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിവ് കുറവായിരിക്കും. ഇപ്പൊ പറയില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് നൺ ഓഫ്, അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? അതായത് എല്ലാ കാര്യം അറിയുന്നവരുണ്ടാവും, പക്ഷെ അവര് ചിലപ്പോ അവർക്ക് അറിയണമെന്നില്ല. ഈ പല കാര്യങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരോട് ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിനെ കുറിച്ച് അറിയണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും അത് പെർഫെക്ഷൻ നേടും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിവ് അതിനെ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പലപ്പോഴും. ഞാൻ തേർഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി പേഷ്യന്റ്. പലപ്പോഴും നമുക്ക് ഉണ്ടാവാത്ത ഒരു കാര്യമായിരിക്കും. പലരും പല കാര്യങ്ങളും നേടുന്നതിൽ ലേറ്റ് ആവുമ്പോൾ നമ്മൾ മതി ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തും പല കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റോറി തന്നെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും ഈ അതായത് ഗോൾഡ് ഡിഗ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരാള് കൊറേ നോക്കി ആ സ്ഥലത്ത് സ്വർണ്ണം ഇല്ലാന്ന് കണ്ട് അവര് നിർത്തിപ്പോയി. പക്ഷെ വേറെ ആള് വന്നിട്ട് ഡിഗ് ചെയ്ത് തുടങ്ങി, അത് നേടിയല്ലേ. അപ്പൊ നിങ്ങൾ അതേപോലെ ആവരുത്. അതായത് നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചിട്ട് അവസാനം വേറെ ആളായിരിക്കും നേടുക അവിടെ പോയിട്ട് കുഴി കുഴിച്ചിട്ട്. അപ്പൊ യു ഷുഡ് ബി ഓൾവേസ്, നിങ്ങളെ പേഷ്യൻസ് വേണമെന്നാ പറയുന്നത് അതിലൂടെ. അതായത് ഒരിക്കലും നിങ്ങൾ അവിടെ നിർത്തരുത്, ആ കാര്യം തുടർന്നുകൊണ്ടിരിക്കുക. സോ യു വിൽ ബി അൺസ്റ്റോപ്പബിൾ. അപ്പൊ നമ്മളെ വീട്ടിലെല്ലാവരും ഫ്രിഡ്ജ് ഉണ്ടാവും, അതിൽ ഐസ് ക്യൂബ്സ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതായത് ഒരു ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അത് മെൽറ്റ് ആവും അല്ലെ. ഒരു 5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു പെട്ടെന്ന് ഒരു 1 ഡിഗ്രിയെല്ലാം ആക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും വ്യത്യാസം കാണുന്നില്ല. അത് പക്ഷെ 0 ഡിഗ്രിയിലേക്ക് നമ്മൾ പെട്ടെന്ന് ടെമ്പറേച്ചർ കുറക്കുമ്പോൾ മെൽറ്റ് ചെയ്യും ഇൻസ്റ്റന്റ്ലി. അപ്പൊ അവിടെ ഉള്ളിൽ എന്തോ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പറയുന്നത് കോമ്പൗണ്ടിങ് ഇഫക്റ്റ്. ഡെയിലി നിങ്ങൾ എടുക്കുന്ന ഓരോ ചോയ്സസിലും
എന്തോ ഒന്ന് ഉള്ളിൽ നിങ്ങൾ അറിയാണ്ട് കാണുന്നിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഹെൽത്ത് തന്നെ, ഡെയിലി വാക്ക് ചെയ്യുമ്പോൾ 10 മിനിറ്റ് മാത്രമല്ലേ വാക്ക് ചെയ്ത്, അതിനെ കൊണ്ട് ഒന്നും ആവില്ല. പലരും ജഡ്ജ് ചെയ്യും നമ്മളെ. ഓ നിങ്ങൾ 10 മിനിറ്റ് വാക്ക് ചെയ്തല്ലേ, എന്താ നടക്കാൻ, ഒന്നും ആവില്ല, അരമണിക്കൂർ നടക്കണോ, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണോ? നോ, ആക്ച്വലി യു ഡോണ്ട് ഹാവ് ടു ലിസൺ ടു അതേഴ്സ്, ബട്ട് ഡു യുവർ ആ 10 മിനിറ്റ്. ഉറപ്പായിട്ട് 1 ഇയർ ആവുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണുന്ന, ആ ഇൻവിസിബിൾ റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെയായാലും, എത്ര ചെറിയ സമയമായാലും, ആ 1%, പലരും ചെയ്യാത്തത് കൊണ്ടാണ് പലരും സക്സസ്ഫുൾ നേടാത്തത്. ആ ഒരു 1% ഡെയിലി. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ. അതായത് യുവർ എഫേർട്സ് ആർ ബിൽഡിങ്. നിങ്ങൾ ഇൻവിസിബിൾ ആയിട്ട് അവിടെ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്. പക്ഷെ നമുക്കറിയാം ചെറിയൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും ഇതിലൂടെ. അതായത് സക്സസ് ഇസ് നോട്ട് വൺ ബിഗ് സ്റ്റെപ്പ്, ഇറ്റ് ഈസ് 1000 സ്മോൾ സ്റ്റെപ്പ് യു റിപ്പീറ്റ് ഡെയിലി. ഇപ്പൊ നമ്മള് ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസൺ അറിയാലേ, അദ്ദേഹം എത്ര തവണ, 1000 തവണ ബൾബ് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1000 തവണ അദ്ദേഹം മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത്. 1000 ടൈംസ് ട്രൈ ചെയ്തിരുന്നു. അദ്ദേഹം 1000 ടൈംസ് ട്രൈ ചെയ്യുന്നത്, വൈ കാൻ വി? നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അതേപോലെ സക്സസ് ഉണ്ടാവുന്നു. സോ സ്റ്റാർട്ട് യുവർ 1% ടുഡേ ആൻഡ് ലെറ്റ് ടൈം ഡു ദ മാജിക്. സോ താങ്ക് യു എവ്രി വൺ. ഇത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ദ 8th wonder of the world. He who understands it earns it. He who doesn't pays it. So താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു മാം. ജെമിന, താങ്ക് യു മാം. അതായത് നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെറിയ ചെറിയ ശീലങ്ങളാണ് വലുതിലേക്ക് എത്തുന്നത്. അതാണ് ഇന്നത്തെ മാമിന്റെ ആ ഒരു വിഷയം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫീഡ്ബാക്ക് പറഞ്ഞു, അതിന്റെ ടൈമാണ്. ഓക്കെ, താങ്ക് യു. ഈ ജേണൽ എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിനെ കുറിച്ചാണ്, അതേപോലെ ഫോർഗിവ്നെസ് പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അഫർമേഷൻ എഴുതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും, 1-2 പേര് ചിലപ്പോൾ പുതിയ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ജേണൽ എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അഫർമേഷൻ, ഇതൊക്കെ ഒരു നോട്ട് ബുക്കിൽ എഴുതുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ആയുർവേദമാണോ? അല്ല സർ, അലോപ്പതിയാണ്, MBBS ആണ്. അലോപ്പതിയാണ്. എവിടെ സ്ഥലം? അത് കണ്ണൂരാണ് സർ. കണ്ണൂർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, മനസ്സിലാക്കാവുന്ന ക്ലാസ്. താങ്ക് യു. പറഞ്ഞോളൂ, ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. മാം ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പുതിയ പുതിയ കുറച്ച് വാക്കുകൾ പഠിച്ചു. സ്നോബോൾ, ബട്ടർഫ്ലൈ, ഫ്ലാറ്റ് സെറ്റ് അല്ലേ, അങ്ങനെ ഒത്തിരി വാക്കുകൾ പഠിച്ചു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ചെറിയ 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 ശീലങ്ങൾ തുടങ്ങിയാൽ നമുക്ക് വിചാരിക്കും, ഓ ഈ ഒരു ചെറിയ ശീലം തുടങ്ങിയിട്ട് എന്തെടുക്കാനാണ്. പക്ഷെ മാം അത് നന്നായിട്ട് വിശദീകരിച്ചിരുന്നു, ആ ഒരു രൂപ തന്നതിൻ്റെയൊക്കെ. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക്കാണ് ഇന്ന് ക്ലാസ് എടുത്തത് മാം. നല്ല ഉദാഹരണം സഹിതമാണ് ക്ലാസ് എടുത്തത്. നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പറഞ്ഞ കോമ്പൗണ്ട് എഫക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ അതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ജീവിതത്തിൽ ഒക്കെ പ്രായോഗികമാക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു എഫക്റ്റ് ആയിട്ട് നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച് മാം. മാജിക് മോർണിംഗ് മാം, വളരെ നന്നായിട്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഒന്ന് 1% മാജിക് വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അത് സ്റ്റാർട്ട് സ്മോൾ, സ്റ്റേ കൺസിസ്റ്റന്റ്, ബി പേഷ്യന്റ് എന്നുള്ള ആ മെസ്സേജ് വളരെ കൃത്യമായിട്ട് ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നല്ല ഉദാഹരണ സഹിതവും
അതേമാതിരി ബട്ടർഫ്ലൈ എഫക്റ്റും മറ്റേ സ്നോബോൾ ഇഫക്റ്റും ബാക്കിയൊക്കെ കോമ്പൗണ്ടിങ് എഫക്റ്റും ഒക്കെ വളരെ ലളിതമായ രീതിയിൽ തന്നെ ഉദാഹരണ സഹിതം മാം വിവരിച്ചു തന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു മാം. താങ്ക് യു സർ. പുതിയ ഒരാളുണ്ടല്ലോ റംല. മാജിക് ആ മോർണിംഗ് പറഞ്ഞോളൂ പറയട്ടെ ഷെമീന? പറഞ്ഞോളൂ. ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു മാം. വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് മാജിക് 1% മാജിക്കിനെ പറ്റി നല്ലോണം വിശദമായി പറഞ്ഞു തന്നു. സ്നോബോൾ ഇപ്പൊ ഞാനിങ്ങപ്പോ സ്നോബോൾ ഇങ്ങനെ ആസ്വദിച്ച് കാശ്മീരിൽ ഇങ്ങനെ സ്നോബോൾ കണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് സ്നോബോളിനെ പറ്റിയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നത്. എനിവേ താങ്ക് യു സർ മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. റംല ഒന്ന് പരിചയപ്പെടുത്തുവോ? റംല. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാന് തൊടുപുഴയിലാണ്. തൊടുപുഴ. പറഞ്ഞോളൂ. ഞാനിപ്പോ 1 വർഷമായിട്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ സാറായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഒന്ന് ജോയിൻ ചെയ്തു എന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എന്താ ഇന്നത്തെ ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു റംല. ജേണൽ എഴുതുക പറഞ്ഞ മനസ്സിലായോ? ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം മനസ്സിലായോ? എന്നോടാണോ? ആ, ജേണൽ എന്ന് പറഞ്ഞ സംഭവം എന്താ മനസ്സിലായിട്ടുണ്ടോ? സ്ഥിരമായി നമ്മൾ എഴുതേണ്ട ചില വാക്കുകളാണ്. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക എന്നുള്ളത്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി ഒരു നോട്ട് പുസ്തകത്തിലോ ഡയറിയിലോ എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാക്ക് മുഖേനയോ പ്രവർത്തനം മുഖേനയോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കുക എന്നുള്ളത് എഴുതി വെക്കുക. ഇന്ന വ്യക്തികൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് എഴുതാം. അതുപോലെ തന്നെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെഡിറ്റേഷന്റെ മുമ്പ് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. ഞാൻ ആരോഗ്യവാനാണ് ഞാൻ എന്നുള്ള ആ വാക്കുകളൊക്കെ എഴുതി വെക്കുക. സമ്പന്നനാണ് എന്നുള്ള വാക്കുകൾ അത് നമ്മൾ മെഡിറ്റേഷന് മുമ്പ് അഫർമേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അഫർമേഷൻ അത് കേട്ടിട്ട് എഴുതാം, അതല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് എഴുതാം. ഇതാണ് ജേണൽ എന്ന് പറഞ്ഞത്. ഇത് സ്ഥിരമായി ചെയ്താല് ആണ് ഇപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കും എന്ന് പറയാൻ കാരണം. നമ്മളെല്ലാവരും ശരിക്കും വിചാരിക്കുന്നുണ്ടോ അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു അടുത്ത ആഴ്ച എന്നൊരു സംഭവം ഇല്ല. അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞാലും അവരോട് ചോദിച്ചാൽ പറയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും ചെയ്യും, 2 ദിവസം കൊണ്ട് ഞാൻ എന്തായാലും ഇതിലേക്ക് ചെയ്യും. പക്ഷെ അവർ ചെയ്യൂല. അങ്ങനെ ആകരുത്. ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഇനി ആരുമില്ലല്ലോ പറയാൻ? അതിന്റെ പേര് ചെറിയ മാറ്റങ്ങളുടെ വലിയ സ്വാധീനം. ചെറുതായി തുടങ്ങുക, അത് സ്ഥിരമായി ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. ദിവസേന 1% വീതം മെച്ചപ്പെടുകയാണെങ്കിൽ കാലക്രമേണ വലിയ ഫലങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത മേഘ മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു മേഘ മാം. താങ്ക് യു എല്ലാവർക്കും. Thank you, Megha ma'am. Thank you all. താങ്ക് യു. Thank you all. Thank